ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ചാനലായ ഗെയിംസ് ഫുഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു പുതിയ ഡിഷുമായിട്ടാണ്. വേറൊന്നുമല്ല, മത്തി കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബാർബിക്യൂ മത്തിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ. ഞാൻ ഇട്ടേക്കുന്നത് ബാർബിക്യൂ മത്തി ഫ്രൈ. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നും ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പിന്നെയുള്ള വീഡിയോസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഒരു കെയറിങ്ങും ഞങ്ങൾക്ക് വേണം. അപ്പോൾ ഞാനിനി കൂടുതൽ വലിപ്പിക്കുന്നില്ല, ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിന് ആവശ്യമെന്ന് കാണിച്ചു നോക്കാം. അപ്പോൾ 1 മണിക്കൂറായി ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച മത്തി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി 1 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനാഗിരി, ഉപ്പ്, ഇത്രയും ചേർത്ത് 1 മണിക്കൂർ ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. എന്നാലേ നല്ല മസാലയൊക്കെ ചാളയുടെ വിലയും കൂടി നോക്കുമ്പോൾ സ്വർണ്ണച്ചാള നല്ല. ഇപ്പൊ VIP കഴിക്കുന്നത് മത്തിയാ, സാധാരണക്കാർ കഴിക്കുന്ന നെയ്മീനും. ഇപ്പൊ ആ കാലം വന്നു തുടങ്ങി. എന്തായാലും നമുക്ക് കൂടുതൽ ഇതാക്കുന്നില്ല, മത്തിയിലോട്ട് തന്നെ കയറാം. 360 രൂപയുടെ മത്തി വെച്ചാണ് ഇന്നത്തെ കളി അല്ലേ? അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത്? ചെറുതായിട്ടൊരു VIP ആയി എന്നാരും കരുതരുത് കേട്ടോ, കൊതി കൊണ്ട് മേടിച്ചതാണ്. അപ്പൊ ആദ്യം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് വേണ്ടത് മത്തി നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്കതിന് സ്റ്റൗ വെച്ച് ഇപ്പൊ ഫ്രൈ പാൻ വെച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി കാണിക്കാം. അപ്പൊ മത്തി ഇവിടെ വറുത്ത് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് ബാർബിക്യൂവിന് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് റെഡിയാക്കണം. അപ്പം അതിന് ആദ്യം വേണ്ട ഒരു വാഴയിലയാണ്. അപ്പം ഞാനിത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പിനായിട്ട് ഒരു 15 ഉള്ളി, ചെറിയ ഉള്ളി തന്നെ വേണം. ചെറുതാണെങ്കിൽ 15, വലുതാണെങ്കിൽ 10. പിന്നെ 10 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, ചെറിയൊരു തക്കാളി, പുളി കൂടണ്ട. പിന്നെ ഒരു ചെറിയ രസം ഇഞ്ചി ഇത്രയുള്ളത്. പിന്നെ കറിവേപ്പില, പിന്നെ നമുക്ക് മുഴുവൻ കുരുമുളക് ഉണ്ട്, ഒരു 1/2 ടീസ്പൂൺ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിത് ക്രഷ് ചെയ്തിട്ട് വരാം. തക്കാളി നമുക്ക് ക്രഷ് ചെയ്യണ്ട കേട്ടോ. തക്കാളി നമുക്ക് 4ആയി കീറി വാഴയുടെ ഇത് വെച്ചാൽ മതി. തക്കാളി ക്രഷ് ചെയ്ത പേസ്റ്റ് ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ക്രഷ് ചെയ്തെടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ടേക്കാം. ചെറിയ സ്പൂണാണ്, വലിയ സ്പൂണാണെങ്കിൽ 1/2 ടീസ്പൂൺ, 1/2 സ്പൂൺ മതി. ഇത്രയും മതി. ഒരു 1/2 ചെറിയ സ്പൂൺ. ഇനി ഇതൊന്ന് അരഞ്ഞു പോയത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മത്തിയെല്ലാം വറുത്ത് നല്ല മുരുവനാന്നായിട്ടുണ്ട്. നമ്മുടെ വാഴലയും ഞാൻ വാട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ഞാൻ അരപ്പും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാം. നമ്മൾ വളരെ കുറച്ച് ഇത് വെച്ചാൽ മതി. നമ്മൾ അടയൊക്കെ ചെയ്യില്ലേ എന്നിട്ട് നമുക്കിതൊന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാം. ഇത്ര ഉള്ള സംഭവം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, തക്കാളി വെക്കാൻ പറഞ്ഞേ. തക്കാളി പറഞ്ഞാൽ കയറി കിട്ടും. സ്ലൈസ് ആയിട്ട് കട്ടിട്ട് ബാർബിക്യൂ സ്റ്റാൻഡ് കാണിച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തിട്ട് വരാം.
അപ്പോൾ അതെ നമ്മുടെ ബാർബിക്യൂടെ സംഭവം റെഡി ആയിട്ടുണ്ട്. കടല് അടിയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവനങ്ങ് എല്ലാം ചുറ്റെടുക്കാം. ഓക്കെ, ഊതി കൊണ്ട് കത്തിക്കാൻ തുടങ്ങാം അല്ലേ? ഊതിക്കേ. കത്തണ്ട, നല്ല അക്കം ചെയ്താൽ മതി. ഉറപ്പില്ല അതായിട്ടുള്ളൂ. നന്നായിട്ട് വാട്ടിയിട്ട് നല്ല ബാർബിക്യൂ ആക്കിയിട്ട് കാണിച്ചു തരാം. കൂട്ടുകാരെ, അപ്പം നമ്മുടെ ബാർബിക്യൂ പരിപാടി സെറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ചെയ്തറിയാമല്ലോ, ബാർബിക്യൂ മത്തിയാണ് നമ്മൾ ആദ്യമായിട്ടാണ്. സൂപ്പറാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്താ ഇതുണ്ടോ, ബാർബിക്യൂ നല്ല സാധനം വെച്ചിട്ടാക്കിയിരുന്നു, നല്ല മൊത്തം വെന്തിരിക്കുവാണ്. നമുക്കിപ്പോൾ ഇതിന് ഏകദേശം പാകമായിട്ടുണ്ട്. ഇതുണ്ടോ, ഇതിനെന്താ 4 സൈഡ് ചുറ്റി സെറ്റാണ്. ഇനി നമുക്ക് എന്തിനെടുത്ത് മാറ്റാം. ഇതിലേക്ക് വെക്കുന്നു വെക്കുന്നു. നല്ല മുരിഞ്ഞ മണം. 4ാമത്തെ വെച്ചിരിക്കാൻ നമ്മളിങ്ങനെ അവനെ പയ്യെ നമ്മളിന്ന് കെട്ട് പൊട്ടിക്കാൻ പോവാം. പൊട്ടിച്ചോ? നമ്മൾ കെട്ട് പൊട്ടിക്കാൻ പോവാണ്. നല്ല മണം. ഒരു രക്ഷയില്ല കേട്ടോ. മണം പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് പൊട്ടിയിരിക്കുക. നമുക്ക് എന്തായാലും ഒരെണ്ണെങ്കിലും പൊട്ടിക്കാം. നമുക്ക് എന്തായാലും ഇതിനെ നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റാം. അവിടെ ഗ്യാസ് ചൂടായിരിക്കും. പ്ലേറ്റ് നോക്കണം. നമുക്ക് എന്തായാലും ആദ്യമുള്ള ഒത്തിനെ എടുത്തോണ്ട് ഞാൻ വെക്കാൻ പോവാണ്. ഇത് തുറക്കാൻ പോവാണ്. നല്ല വീഡിയോ ക്ലിയർ ചെയ്തോ. ഇവരെല്ലാം ഒന്ന് പിടിച്ചു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത് സംഭവം പൊളിച്ചു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതെങ്കിലും ഇത് സംഭവം പൊളിച്ചു. അത് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ അകത്ത് നമ്മുടെ തക്കാളിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോവിയറ്റ് ചെയ്ത എല്ലാ ഗ്രേവികളും ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ചേർന്നിരിക്കും. നമ്മളെല്ലാം അരച്ചാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേക ടേസ്റ്റ് ഇതിൻ്റെ അകത്ത്. പിന്നെ അതിന് ഉപരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സംബന്ധം വാഴയിലയാണ്. ആ പച്ച വാഴയില നല്ലതായിട്ട് അങ്ങോട്ട് സാധനം അങ്ങോട്ട് എന്തായതും പറയാൻ പറ്റില്ല. ആ സാധനം എല്ലാം കൂടെ കൊണ്ട് എഴുതി ചേർന്ന് അതിന്റെ ആ അതിന്റെ ഉള്ളിലോട്ട് കേറി സെറ്റ് ആയിരിക്കണം. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. റോസു ഇങ്ങനെ നമ്മള് നമുക്ക് റോസോട് ടേസ്റ്റ് ചെയ്യാം പിള്ളേരോട്. റോസിമ്പോ എന്നാടാ വേഗം വാ. ആവി പറക്കുന്നുണ്ടോ? ചൂടാണ്. അന്വേഷണം കൊടുക്കാം. ആദ്യം റോസിന് കൊടുക്കും. റോസ് ഇട്ട് നീങ്ങിക്ക്. പൊളിച്ചെടുക്കും. അത് നമുക്ക് റോസയ്ക്ക് റോസു ആ ഇനി നമുക്ക് അമ്മയ്ക്കുണ്ടോ മീമിയാ കൊച്ചൊരു സംഭവം മനസ്സിലാക്കില്ലോട്ടോ. എന്തായാലും കൂട്ടുകാരെ ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ ഇത് കിടുക്കാച്ചിയ പോയി. കാരണം സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ കൂട്ടുകാരെ ഇപ്പൊ കറണ്ട് വേണ്ട, അതുകൊണ്ടാണ് ഇത് വെയിറ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ അത് നമ്മുടെ സംഭവങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സാധനം ഉണ്ടാക്കണം. ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കി കഴിയാൻ നല്ല ടേസ്റ്റ്. എനിക്ക് ഒരു രക്ഷയില്ല പറയാതിരിക്കാൻ. കാരണം അത് ആ ഗ്രേവി എല്ലാം പിടിച്ചിരിക്കുവാണ്. എന്തോ ഒരു സാധനമാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ഈ സംഭവം
ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. എന്തൊരു സംഗതി പിടിക്കാച്ചാൽ അപ്പൊ നിങ്ങളും ഇതവരെ ഉണ്ടാക്കുക. ഇതുണ്ടാക്കാൻ നിങ്ങൾ വേറെ ചെയ്യേണ്ട ബാർബിക്യൂ നമുക്ക് ഇത്. അപ്പം നിങ്ങൾ ഈ സംഭവം ഒന്ന് മേടിച്ചിട്ട് ഇതേപോലെ കല്ലിട്ട് ഉണ്ടാക്കുക. കാരണം നമ്മൾ വറക്കുന്നേക്കാളൊക്കെ സെറ്റപ്പാണ്. ഇങ്ങനെയൊക്കെ പോയിട്ട് കൊളസ്ട്രോളൊക്കെ നമുക്ക് കുറയാൻ സാധ്യത ഒരുപാടുണ്ട്. പിന്നെ ചാളയുടെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം എന്തായാലും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നവരെ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാം ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് മറ്റുള്ളിലേക്ക് എത്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ജെയിംസ് ഫുഡ് ബ്ലോഗ് ചാനൽ ആരെങ്കിലും ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുപോലെ പുതിയ വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. പിന്നെ ഇതൊന്നുമല്ല കേട്ടോ, ലെവല് കിടക്കുവാണ്. നമ്മളിനി അങ്ങോട്ട് പുതിയ കുറേ പരിപാടി നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അതെല്ലാം പറ്റില്ല. അപ്പൊ ഓണത്തിനൊക്കെ ഭയങ്കര പരിപാടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പൊ ആരും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് അവസാനം ബൈ ബൈ.